ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ചില പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നു. സ്വാമിയുടെ മരണത്തിന് പിന്നിൽ വെള്ളാപ്പള്ളി മകനും തന്നെയാണ് എന്ന ശാശ്വതികാനന്ദയുടെ സഹോദരി ശാന്ത വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. പിബിൾ ടിവിയോടാണ് അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ടിരുന്നത് പോലെ വെള്ളാപ്പള്ളിയും തുഷാറും ചേർന്നാണ് കൊലപാതകം നടത്തിയത്, ഇതിൽ ആസൂത്രണം ചെയ്തത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലായിരുന്നു ഇന്നലെ ബിജു രമേശ് നടത്തിയിരുന്നത്. അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ശാശ്വതികാനന്ദയുടെ സഹോദരിയുടെ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ശാശ്വതികാനന്ദയുടെ സഹോദരി ശാന്ത പറഞ്ഞിരിക്കുന്നത്. നീന്തൽ നന്നായി അറിയാവുന്ന അദ്ദേഹത്തിന് ആ വിധത്തിൽ മരണം സംഭവിക്കില്ല എന്നാണ് സഹോദരി ശാന്ത പറഞ്ഞത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണത്തിന്റെ ദുരൂഹത സംബന്ധിച്ച് തുടക്കം മുതലേ തങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയെ കാണുകയും ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും തനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാനാകും എന്ന നിസ്സഹായാവസ്ഥയാണ് എ.കെ. ആന്റണി പ്രകടിപ്പിച്ചതായി ശാന്തമ്മ തന്നെ വെളിപ്പെടുത്തിയത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും അന്ന് പരാതി നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് ആ പരാതി അയച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ പകർപ്പ് ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ലഭിച്ച മറുപടി കോടതിയെ സമീപിക്കാനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ മറുപടി അനുസരിച്ച് ശാശ്വതികാനന്ദയുടെ സഹോദരിയുടെ വാക്കുകൾ തന്നെ ലഭ്യമാണ്. ശ്രീമതി ശാന്തയുടെ വാക്കുകളിലേക്ക് പോയ ശേഷം തിരികെ എത്താം. വാക്കുകളിലേക്ക്. ബിജു രമേശ് സാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ എനിക്ക് അറിയാൻ പറ്റിയൊരു കാര്യമാണ്. പ്രവീൺ എന്ന് പറയുന്ന ആ ആളിൻ്റെ അച്ഛൻ ഒരിക്കൽ ഞങ്ങളെ കാണാനിടയായി. അന്ന് അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിൻ്റെ മോൻ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഒരാളെ ആലുവയിൽ ആശ്രമത്തിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അത് പിന്നെ ശരിക്കും വാടക ഗുണ്ടയാന്നല്ല, എന്തെങ്കിലും അവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് സ്വാമി മരിച്ച വിവരം പ്രവീണിൻ്റെ അച്ഛൻ അറിയുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും വെള്ളാപ്പള്ളി തന്നെയാണ് ഇത് ചെയ്യിച്ചത്. പിന്നെ പ്രിയൻ എന്ന് പറഞ്ഞ ഇപ്പോൾ അകത്ത് കിടക്കുന്ന അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇദ്ദേഹം സാർ ഇതറിയുന്നത്. ബിജു രമേശ് സാർ ഇപ്പം കുറച്ച് നാളായിട്ടുള്ള കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പ്രിയൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം നമുക്ക് ഇതിങ്ങനെ നമുക്ക് വിശ്വസിക്കണം എന്ന് തന്നെ നമുക്ക് തോന്നുന്നു. ഇദ്ദേഹം അല്ലെങ്കിൽ മോൻ ഇവരുടെ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹം വെള്ളാപ്പള്ളി സാറിനെ പോലെയുള്ള ഒരാളിനോട് ആർക്കും മത്സരിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അത്രയ്ക്കും കരുത്തനായ ഒരു മകൻ അച്ഛനെ പോലെ തന്നെ കരുത്തനായ മകനാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എന്തും ചെയ്യാൻ മടിക്കാത്തതാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് മോനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരും ഒന്നിനും തയ്യാറാവത്തില്ല. അദ്ദേഹത്തിനെതിരെ ഒരു വാക്കുപോലും പറയാൻ ആരും തയ്യാറാവത്തില്ല. അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലുള്ള സംശയങ്ങൾ നമുക്ക് വെളിയിലോട്ട് പിണ്ടാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഇപ്പം ബിജു രമേശ് സാർ ഇത്രയും ധൈര്യപൂർവ്വം അദ്ദേഹം ഇത്രയും വെളിപ്പെടുത്തിയത് എന്തോ ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന് എനിക്ക് പറയാൻ ഒക്കൂ. ഈശ്വരൻ ദൈവമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തിച്ചതാണ്. ഇപ്പോൾ എപ്പോഴായാലും സത്യം എപ്പോഴായാലും പുറത്തു വരും. അണ്ണന് എന്തായാലും വെള്ളത്തിൽ അപകടം ഉണ്ടായില്ല, അത് 100% ഉറപ്പാണ്. അണ്ണന് നല്ലപോലെ വെള്ളത്തിൽ നീന്താൻ അറിയുന്ന ആളാണ്. എത്രയൊക്കെയായാലും ഒരാൾ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് വീഴുന്ന ഉടനെ അങ്ങ് മരിച്ചു പോകത്തില്ലല്ലോ. ഹോസ്പിറ്റലിൽ അടുത്തൊരു വലിയ ആശുപത്രി ഉണ്ട് അണ്ണനെ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പം. അപ്പം പെട്ടെന്ന് ശരിക്കും ഒരാളിനെ രക്ഷിക്കണമെങ്കിൽ ആപത്തുണ്ട് അടുത്തോട്ടല്ലേ കൊണ്ടുപോകേണ്ടത്. അവിടെ കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വേറെ അടുത്തോട്ട് കൊണ്ടുപോകാൻ. അവിടെ ഒന്നും കൊണ്ടുപോകാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, വേറെ അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ് കൊണ്ടുപോയത്. അപ്പോഴത്തേക്ക് എടുത്തപ്പം ചെറിയ ജീവനുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും മരിച്ചു കഴിയും. അതല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളവരാണെങ്കിൽ അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എല്ലാ തെളിവുകളും എല്ലാം നോക്കുമ്പോൾ നമുക്ക് ശരി. അത് കഴിഞ്ഞ് സാബുവാണ് അണ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ പിന്നെ ഈ മരണം കഴിഞ്ഞ് ഇത് കണ്ടിട്ടാവാം ചിലപ്പം ഒരാളെ കൊല്ലുന്നത് കണ്ടാൽ ആർക്കായാലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ കൂടെ നിന്ന് അയാൾക്ക് സപ്പോർട്ട് ചെയ്ത ആളായാലും അത് സംഭവിക്കുമ്പം ചിലപ്പം മനസ്സ് പതറിപ്പോവും. അദ്ദേഹം ഇങ്ങനെ തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക.
പിന്നെ ബോഡി ഈ വെള്ളത്തിൽ നിന്ന് വന്ന ബോഡി അതിനെ രക്ഷപ്പെടുത്തണോ അല്ലെങ്കിൽ അതും നോക്കിയത് ഇദ്ദേഹത്തിന് ഈ സാബു എന്ന് പറഞ്ഞ ആളിനെ കാറിനകത്ത് കയറ്റി ഇങ്ങോട്ടോ കൊണ്ടുപോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സമനില തെറ്റി എന്തെങ്കിലും വായിന്ന് വരുമോ, മറ്റുള്ളവരടുത്ത് പറയുമോ എന്നുള്ള പേടി ഈ ഇതിലാർക്കും ഉണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിനെ അപ്പോഴേ കൊണ്ടുവന്ന് വേറെ എവിടെയോ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് പിന്നീട് ഇദ്ദേഹം നോർമലായതിനു ശേഷമാണ് പിന്നെ പുറത്ത് കാണുന്നത്. വെള്ളാപ്പള്ളി അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിന് മരണം കഴിഞ്ഞിട്ട് അവിടെ ഏതോ വർക്കല ഏതോ ഹോട്ടലിൽ ഇതിൻ്റെ ആഘോഷം നടന്നു, അങ്ങനെയൊക്കെ പല കഥകളും നമ്മൾ കേട്ടു. അത് ഇപ്പം നമ്മൾ കേട്ടതും കണ്ടതും അതല്ല. ഇപ്പം എങ്ങനെയായാലും CBI അന്വേഷണം വരുവാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അന്ന് പിന്നെ ആദ്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണത്തിൽ ഒന്നും ആവത്തില്ല എന്ന്. അതെ, അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി സാറായിരുന്നു. അന്ന് പരാതി കൊടുത്തപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഈ അന്നത്തെ ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് നീതി കിട്ടത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് എന്നെ പരാതി കൊടുത്തു. CBI അന്വേഷണം വേണമെന്ന് എന്നെ പറഞ്ഞിട്ടും അതിനും യാതൊരു ഇതും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ കൊടുത്തു, CBI അന്വേഷണം വേണം ഇങ്ങനെ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ അതിന് തക്കതായ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആ ഒരു ഇത് അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിന് യാതൊരു പരിഗണനയും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ക്രൈംബ്രാഞ്ചുകാർ അന്വേഷിച്ചു 12 വർഷം. എന്നിട്ട് അതിനകത്തും ഇതുവരെ ഒരു 12 അല്ല 10 വർഷം അതിലും നമുക്കൊരു നീതിയും കിട്ടിയില്ല. CBI അന്വേഷണം ഉറപ്പായിട്ടും CBI അന്വേഷണം വേണം, CBI അന്വേഷണം വരണം. എത്രയോ ആൾക്കാർ, എത്രയോ ജനങ്ങൾ ഈ ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. എത്രയോ കാലമായിട്ട് 10-13 വർഷമായിട്ട് ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ദയവുണ്ടായി ഒരു CBI അന്വേഷണം കൊണ്ടുവരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷണം വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരുത്തുള്ളൂ. യെസ്, സ്വാമി ശാശ്വതികാനന്ദയുടെ സഹോദരിയുടെ വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്. ഇന്നലെ ശ്രീ ബിജു രമേശ് പീപ്പിൾ TVയിലൂടെ നടത്തിയ വലിയ വെളിപ്പെടുത്തലിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വിധത്തിലുള്ള സംശയങ്ങൾ തന്നെ ഉന്നയിക്കുന്നത് സ്വാമിയുടെ സഹോദരി. ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ ബിജു രമേശ് തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബിജു രമേശ്, ഇന്നലെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നുകൂടി ശക്തമായി തന്നെ പറയുകയാണ്. ഇവർ ഒരുപക്ഷെ താങ്കൾ ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ട് ചുരുക്കകാലമായിട്ടുണ്ടാകുള്ളൂ, ഞങ്ങൾക്ക് ആദ്യം തന്നെയുള്ള സംശയം ഇത് തന്നെയായിരുന്നു എന്നൊക്കെയാണ് സഹോദരി പറഞ്ഞത്. അവരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. ശ്രീ ബിജു രമേശ്, കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വാമിയുടെ അമ്മയും സഹോദരിയും എല്ലാം കോടതിയെ സമീപിച്ചതാണ്. അന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് പറഞ്ഞത് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്, അതുകൊണ്ട് വളരെ ശക്തമായ അന്വേഷണം നടക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടുപോയി. അതിന്റെ ഇടയ്ക്ക് പറഞ്ഞോളൂ, കേൾക്കാം. അതിനിടയ്ക്ക് മറ്റേ വെള്ളാപ്പള്ളി തന്നെ ഒരു കേസ് ഫയൽ ചെയ്യിച്ചതായിട്ടാണ് അറിയുന്നത്. ഈ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവസാനം അവര് തന്നെ പറയുകയുണ്ടായി അതിന്റെ ആവശ്യമില്ല, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തൃപ്തിയാണെന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ പല രീതിയിലും ഈ കേസ് അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി അവർ തന്നെ ഈ ആൾക്കാരെ വെച്ച് കേസുകൾ കൊടുത്തിക്കുകയും കേസുകൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന് കോടതിയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പൊ കോടതിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്നുള്ള നിരവധി ഉത്തരവുകൾ ഉണ്ടാക്കാനായിട്ട് അതിലൂടെ അവർക്ക് കഴിഞ്ഞു എന്നുള്ള വസ്തുതയാണ്. ആ ക്രൈംബ്രാഞ്ച് ഇത്രയും നീട്ടിക്കൊണ്ടുപോകാൻ കാരണം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാറി മാറി വന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദങ്ങൾ ഇവർ ഉപയോഗിച്ചു എന്നുള്ള വസ്തുത അവിടെയാണ് ശ്രീ ബിജു രമേശ് ഇത്ര വലിയ ആരോപണങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്നലെ താങ്കൾ പീപ്പിൾ TVയിലൂടെ ഈ വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഈ സാഹചര്യത്തിലും ഇന്ന് രാവിലെയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത് തനിക്ക് യാതൊരു പങ്കുമില്ല, അടിസ്ഥാനരഹിതമാണ്, എന്തന്വേഷണവും നേരിടാൻ തയ്യാറാണ് എന്ന്. ആ പറയിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് അതെന്താണ്? കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് തെളിവുകളൊക്കെ അവർ അവരുടെ കൈകളിലുള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് സ്വാമി മരിച്ചു കഴിഞ്ഞാൽ സ്വാമി
ഉത്തരത്താമസ വീട്ടിൽ വന്ന് കംപ്ലീറ്റ് രേഖകൾ കംപ്ലീറ്റ് അദ്ദേഹം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അല്ലാതെ സ്വാമി മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായി ബന്ധപ്പെട്ട് ശിവഗിരിയിലേക്കല്ല സ്വാമി വെള്ളാപ്പള്ളി നടേശൻ പോയത്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം ഇവർ എഴുതി തയ്യാറാക്കി റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഓരോ ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ പേഴ്സണൽ ആയിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും തന്നെയാണ് തെളിവുകൾ കംപ്ലീറ്റ് നശിപ്പിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാനമായിട്ടുള്ളത്. അതായത് ശ്രീ ബിജു രമേശ്, ഇനി ഒരു CBI അന്വേഷണം, ഈ ഒരു ആവശ്യത്തിന്റെ ഘട്ടത്തിൽ പോലും ഒരു CBI അന്വേഷണം വന്നാലും കാര്യങ്ങൾ താൻ വിചാരിക്കുന്ന രീതിയിലേക്ക് തന്നെ എത്തൂ എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്, വെള്ളാപ്പള്ളിക്കുണ്ട്. CBI അന്വേഷണം വന്നാൽ എത്രമാത്രം അത് ഇവരുടെ കൈകളിലേക്ക് ഒതുങ്ങുമെന്ന് എനിക്ക് വെള്ളാപ്പള്ളിയുടെ സാമ്പത്തിക സ്വാധീനവും ഇന്നത്തെ രാഷ്ട്രീയ സ്വാധീനം എത്രമാത്രം അതിനകത്ത് ചെറുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ അന്ന് മാറി മാറി വന്ന സർക്കാരിന്റെ വോട്ട് ബാങ്ക് SNDP എന്ന വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് അവിടെ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടൊരു നടപടിയോ ചെയ്തു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി അവർക്കെതിരായി തിരിഞ്ഞു കഴിഞ്ഞാൽ സമുദായം വോട്ട് മാറി ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഭയപ്പാടാണ് മുതലെടുത്തുകൊണ്ടാണ് ഈ കേസിൽ നിന്ന് സുഖമായി അദ്ദേഹം ഊരിപ്പോയത്. ഈ കേസ് സത്യത്തിൽ കൊലപാതകം തന്നെയാണെന്നുള്ള വസ്തുതയില്ല. ആദ്യം തന്നെ എല്ലാവർക്കും അറിയാം, അവിടെ തന്നെ കൊലപാതകമാണെന്ന് മരിച്ചൊരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ച കൊലപാതകം എന്ന് അവിടെ സംസാരം വരേണ്ട കാര്യം എന്താണ്? വെള്ളാപ്പള്ളി തന്നെ മർമറിംഗ് ആയിട്ട് കേട്ടു എന്ന് പറഞ്ഞു അവിടെ കൊലപാതകമാണെന്ന് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം കാര്യം സ്വാമിയെ ജലത്തിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമിയുടെ രക്തം ആ പടിയിൽ തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. ആ രക്തം എവിടെ നിന്ന് എങ്ങനെ സ്വാമിയുടെ രക്തം എങ്ങനെ കുളിക്കാൻ പോകുന്ന ഒരാളുടെ രക്തം എങ്ങനെ പടിയിൽ തളം കെട്ടി കിടക്കുന്നത്? അപ്പൊ കൊലപാതകം നടന്നിരിക്കുന്ന കരയിൽ വെച്ച് എവിടെ വെച്ചെന്തോ നടന്നു, സ്വാമിക്ക് എവിടെ വെച്ചെന്തോ മുറിവ് സംഭവിച്ചു എന്നുള്ളതിന്റെ വസ്തുത തെളിയുന്നതല്ലേ? അത് ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ അത് സ്വാമിയുടെ രക്തമാണെന്ന് തെളിയുകയും ചെയ്തല്ലോ. അപ്പോൾ സംഭവം കരയ്ക്ക് വെച്ച് സംഭവിച്ച സാധനമാണ്. ഇതൊന്നുമല്ല, അതിലേക്ക് ഉപരി പ്രിയൻ ജയിലിൽ കിടന്നപ്പോൾ ജയിൽ വാർഡന്മാരോട് പറഞ്ഞിരുന്നു ഞാനാണ് കാശികാനന്ദ സ്വാമിയെ കൊന്നത് എന്ന് ഈ കൊലയാളി തന്നെ പറയുകയുണ്ടായി. അതിനുശേഷമാണ് മറ്റേ ഈ ഷാജിയുമായി ബന്ധപ്പെട്ട മർഡർ കേസിൽ നിന്നും പുറത്ത് വരികയും ഞങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസം നടത്തിയതിന്റെ 3-ന്റെ നാണ് ഈ പ്രിയൻ എന്ന് പറയുന്ന ആൾ എന്നെ തിരുവനന്തപുരത്ത് വന്ന് ഈഞ്ചക്കലുള്ള എന്റെ ഹോട്ടലിൽ വരികയും അവിടെ എന്നെ ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തത്. അവിടെ ഡോക്ടർ ബിജു രമേശ്, ഇവിടെ ചില പ്രാഥമികമായ വിഷയങ്ങൾ കൂടിയുണ്ട്. ഇവിടെ സ്വാമിയുടെ സഹോദരിയും പറയുന്നുണ്ട്, ഇന്നലെ താങ്കൾ അടക്കം പറഞ്ഞിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്, സ്വാമിക്ക് വളരെ ശാസ്ത്രീയമായി തന്നെ നീന്തൽ അറിയാമായിരുന്നു, എന്നിട്ടും വെള്ളത്തിൽ വീണ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്തം തളം കെട്ടിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു ആശുപത്രിയിലേക്ക് അല്ല കൊണ്ടുപോയത്, ഒരു പ്രാഥമിക ശുശ്രൂഷ പോലും നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമികമായി പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങൾ പോലും കേസന്വേഷണത്തിന്റെ സാഹചര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രീ ബിജു രമേശ്, കേസന്വേഷണം വെറും പ്രവർത്തനമായി പോയി. ഇവരുടെ സ്വാധീനങ്ങൾക്ക് വലുത്. അല്ലെങ്കിൽ ഈ 10-11 വർഷം എന്തിനാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഈ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്? ആരെ ചോദ്യം, ഈ 11 വർഷം ആരെ ചോദ്യം ചെയ്യാറുണ്ട്? എന്ത് അന്വേഷണമാണ് നടത്തിയത്? ഈ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ കൊലപാതകം നടന്നതിന് കൂട്ടുനിന്നുകൊണ്ട് സാമ്പത്തികമായ പൈസ മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് ഇവര് ആ കേസിനെ പഠിച്ച് കെട്ടെടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ചെയ്ത് എന്നോട് തന്നെ അന്വേഷണത്തിന് വന്നൊരു ഉദ്യോഗസ്ഥനെ അതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഇവിടെ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷം 1 മാസം കഴിഞ്ഞതിന് ശേഷം ഈ പ്രിയൻ എന്നെ വിളിച്ച് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനെന്ന് പറഞ്ഞ് ഒരു ക്രൈംബ്രാഞ്ച് SI ആണെന്ന് പറഞ്ഞ് കയറി വന്നു. ഞാൻ കണ്ടപ്പോൾ SI ആണെന്ന് പോലും തോന്നിയില്ല. ഞാൻ പിന്നെ ഐ ഡി ചോദിച്ചപ്പോൾ കാർഡെടുത്ത് കാണിച്ചു. അതിനുശേഷം ഞാൻ ഈ പ്രിയൻ എന്നെ വിളിച്ച കഥ തൊട്ട് എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് പോലും എഴുതിയെടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടവരുടെ ഫോൺ നമ്പറുകൾ തരാനാണ് പറയുന്നത്. ഞങ്ങൾ അവരെല്ലാവരുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നിങ്ങൾ ഫോൺ നമ്പറുകൾ തരും. ഞാൻ പിന്നെ ബാക്കി ആരുടെ നമ്പർ കൊടുക്കാനും ഞാൻ കൂട്ടാക്കിയില്ല. കാര്യം ഇത് വന്നിരിക്കുന്നത് എനിക്ക് ആളിനുള്ള ജനനസ് പോലെ നഷ്ടപ്പെടുന്ന രീതിയിൽ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരികെ എത്താം. ശ്രീ മഞ്ചേരി രാജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മഞ്ചേരി രാജൻ, ഇന്നലെ ബിജു രമേശ് പറഞ്ഞതിനോട് ഒപ്പം ചേർന്ന് നിന്ന് കൂടുതൽ വ്യക്തതയോടുകൂടി സംസാരിക്കുകയാണ് ഇന്ന് സ്വാമിയുടെ സഹോദരി ചെയ്തിരിക്കുന്നത്. കൃത്യമായി തന്നെ അവർക്ക് ആദ്യം മുതൽക്കേ തന്നെ അറിയാം, ആ ആരോപണങ്ങൾ ആദ്യം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു. ആ വിധത്തിലുള്ള ആരോപണങ്ങളെ ആയാലും അന്വേഷണങ്ങളെ ആയാലും ഒക്കെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും CBI അന്വേഷണം തന്നെ വേണം, യഥാർത്ഥ കാരണം സ്വാമിയുടെ മരണ കാരണം പുറത്തു കൊണ്ടുവരാൻ എന്ന് സഹോദരി കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീരാജൻ, ഈ കാര്യത്തിൽ ഇന്നലെ ഞാൻ കൈരളി ചാനലിന്റെ കോഴിക്കോട് സ്റ്റുഡിയോയിലിരുന്ന് എന്റെ ഭാഗം വളരെ വിശദമായി പറയുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യം SNDP യോഗം ജനറൽ സെക്രട്ടറിയെ അറിയിക്കുകയും SNDP യോഗം
ഇക്കാര്യത്തിൽ നിങ്ങളുടെ ചാനലിനെ ഇന്ന് അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു ശ്രീ മഞ്ജരി രാജൻ. ആ കാര്യത്തിൽ ഇനി SNDP യോഗത്തിന്റെ കൗൺസിൽ എടുക്കുന്ന തീരുമാനമാണ്. ഇനി മറ്റൊരു അഭിപ്രായം ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് ശരിയല്ല. സഹോദരി തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ശ്രീ ബിജു രമേശിന്റെ ആരോപണത്തിൽ ഏത് വിധത്തിലെങ്കിലും അതിനെ എതിർത്ത് പറയാനാകും. പക്ഷെ ഇന്നിപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ വീണ്ടും CBI അന്വേഷണം എന്നൊരു ആവശ്യവുമായി രംഗത്ത് വരികയാണ്. അതെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഇനി എനിക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഇന്ന് അടിയന്തരമായ കൗൺസിൽ കൂടുന്നുണ്ട്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഇനി ആരാണ് ഇതിന്റെ കാര്യം വിശദീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകണമോ. വളരെ നന്ദി ശ്രീ മഞ്ജരി രാജൻ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുമായൊക്കെ ചേർന്ന് ചർച്ച ചെയ്ത ശേഷമേ ഈ വിഷയത്തിൽ പ്രതികരിക്കണോ, ആര് പ്രതികരിക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കൂ എന്നാണ് ശ്രീ മഞ്ജരി രാജൻ പറഞ്ഞത്. ശ്രീ ബിജു രമേശ്, നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിഷയം ഉയർന്നു വന്നൊരു സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ വിഷയത്തെ പ്രതിരോധിക്കുക സ്വാഭാവികമായും വെള്ളാപ്പള്ളി ചെയ്യുക. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം തന്നെ മൈക്രോ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വലിയ തട്ടിപ്പുകളുടെയൊക്കെ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം നിൽക്കുന്നത് എവിടെയാണ് ശ്രീ ബിജു രമേശ്? ഇതൊരു ശിവഗിരി മഠമെന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗുരുദേവന്റെ മഠമാണ്. ആ മഠത്തിൽ ശാശ്വതീകാനന്ദ സ്വാമികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ലോകം മൊത്തം ശിവഗിരി ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു മഹാനായ മനുഷ്യനാണ്. ഒരുപാട് നാനാജാതിയിൽപ്പെട്ട നാനാ മതത്തിൽപ്പെട്ടവരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന അവരുമായി എല്ലാം ഇതുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളിനെ കൊന്നിട്ട് അതിന് വ്യക്തമായ എൻ്റെ ഒരു സത്യസ്ഥിതി ജനങ്ങളുടെ അറിയപ്പെടുന്നവരെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് അതിന്റെ കൊലയാളി കൊലയുമായി ബന്ധപ്പെട്ടവരെയും പുറത്തു കൊണ്ടുവരേണ്ടത് സമൂഹ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് CBI അല്ല, ഏത് സെൻട്രൽ ഏജൻസിയെ കൊണ്ടായാലും ഇത് അന്വേഷിപ്പിച്ച് ഇത് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് തൊട്ട് ആവശ്യപ്പെടുന്ന, അല്ല ഞങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശനോടുള്ള വിരോധമോ ഒന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനോട് വ്യക്തിപരമായ ഒരു വിരോധം ഞങ്ങൾക്കില്ല. ഈ സമുദായത്തോട് കാണിക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഒക്കെയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ഈ 2% പലിശയ്ക്ക് വാങ്ങിയിട്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്നത് 15, 16, 18% കൊടുക്കുന്നത്. ഈ പൈസയിൽ വരുന്ന വ്യത്യാസം വരുന്ന ബാക്കി തുക വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് തന്നെ കോടികളുടെ ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതൊരു ഒരു SNDPയുടെ ഒരു കണക്കിൽ പോലും ഈ മൈക്രോ ഫൈനാൻസ് കൊടുത്ത ഇനത്തിൽ ഇൻട്രസ്റ്റ് ഇനത്തിൽ ലാഭം കിട്ടിയതായി കാണിച്ചിട്ടുമില്ല. അപ്പൊ ഈ വാങ്ങുന്ന ലാഭം തുക എവിടെയാ പോകുന്നത്? അത് തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലുപരി അതൊക്കെ ചെറിയ സാമ്പത്തികമായ കോടികളുടെ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു മഠാധിപതിയെ കൊലപ്പെടുത്തിയ കേസ് നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ അന്ന് തൊട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ശിവഗിരി മഠവും ഗുരുദേവന്റെമായി ബന്ധപ്പെട്ട ഒരു സന്യാസിയെ കൊലപ്പെടുത്തിയാൽ ആ കൊലയാളിയെ പുറത്തു കൊണ്ടുവരേണ്ട ഒരു ബാധ്യത ഈ ശിവഗിരി മഠവും ഗുരുദേവനെ ആരാധിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അത് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതിനുവേണ്ടി ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അവിടെ നമുക്കറിയാം ശ്രീ ബിജു രമേശ്, എത്ര പവിത്രമായ ശിവഗിരി മഠത്തിലാണ് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ താങ്കൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുബായിൽ വെച്ച് ഈ വിധത്തിൽ സ്വാമിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു തുഷാറിന്റെ ഭാഗത്തു നിന്ന്. പിന്നീട് അദ്ദേഹം യാത്ര പോലും ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി, അങ്ങനെ മരണം സംഭവിക്കുന്നു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും വളരെ ദുരൂഹമാണ്. ഈ രേഖകൾ അടക്കം മഠത്തിൽ നിന്നും മാറ്റുന്ന ഒരു സിറ്റുവേഷൻ, വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഇടപെടലും ഒക്കെ മഠവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്നുണ്ട്. അതിനുള്ള പിന്തുണ സ്വാമിയുടെ മരണത്തിന് ശേഷവും ലഭിച്ചിരുന്നു എന്നതിന്റെ കാര്യങ്ങൾ കൂടിയൊക്കെ വരുമ്പോൾ ആ വിധത്തിൽ കൂടി അന്വേഷണം നടക്കേണ്ടതല്ലേ? ശിവഗിരി മഠത്തിൽ പോലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടക്കി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള സന്യാസിമാർക്ക് ഭയമുള്ളത് കൊണ്ടാണ്. അവരുടെ ജീവനുകളിൽ പോലും ഭയമുള്ളത് കൊണ്ടാണ് ശിവഗിരി മഠത്തിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ ആദ്യം തൊട്ടേ അകറ്റി നിർത്തുന്നത്. ഈ ശാശ്വതീകാനന്ദ സ്വാമിയുടെ കൂടെ നിന്നിട്ട് സ്വാമിയെ ഇപ്പൊ ഇരിക്കുന്നവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വാമിയെ അവസ്ഥ പോലും നിഗ്രഹിച്ച വെള്ളാപ്പള്ളി നടേശന്റെ കൂട്ടരും ഇവരെ മഠം കൈ പിടിച്ചെടുക്കുന്നതിലേക്ക് അവിടെയുള്ള പാവപ്പെട്ട സന്യാസിമാരെ ഉപദ്രവിക്കുമോ എന്നുപോലെ ഭയം. നമുക്കറിയാം 2 ആഴ്ച മുമ്പ് പോലും ശ്രീ ഗുരുപ്രസാദ് സ്വാമി കൊല്ലത്ത് സംസാരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് സംസാരിച്ചപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ്, എനിക്കിനി ടയർ സമാധിയോ ഏത് സമാധിയാണ് എന്നെ ആക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോലും ജീവൻ ഭയപ്പെട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന അഴിമതികളെ കുറിച്ച് തുറന്നു പറയാൻ കുറച്ച് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഭയമാണ്
അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു സന്യാസിക്ക് വരുന്നത്. അവിടെയുള്ള സന്യാസിമാർക്കെല്ലാം തുറന്നു പറയാൻ ഭയമാണ്. കാരണം അവർക്ക് അവരുടെ ഇത്രയും വലിയ പ്രഗത്ഭനായിരുന്ന ശാശ്വതീകാനന്ദ സ്വാമിയെ പോലും കൊന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധ കേരളവും നോക്കി നിൽക്കുന്നത്. ഇവിടെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവർ പോലും അതിനെതിരെ ഒന്നും ശക്തമായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് വളരെ ഒരു കടുത്ത നമ്മുടെ ആൾക്കാരുടെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഇത്രയും വലിയൊരു സന്യാസിയെ കൊന്നിട്ട് ഇനി അവിടെയുള്ള ബാക്കിയുള്ള സന്യാസിമാരുടെ അവരെങ്ങനെ ഭയപ്പെടാതിരിക്കും? വളരെ നന്ദി ഡോക്ടർ ബിജു രമേശ് ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിനായി.